ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഷെഫീത. ഇന്ന് നമ്മൾ ടാലിയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാനുഫാക്ചറിങ് ഇൻ ടാലി ERP9. എന്താണ് മാനുഫാക്ചറിങ്? ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. മറ്റു ട്രാൻസാക്ഷൻസുകൾ ടാലിയിൽ ചെയ്യുന്നത് പോലെയല്ല മാനുഫാക്ചറിങ് ചെയ്യുക. മാനുഫാക്ചറിങ് ചെയ്യാൻ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റെപ്പുകളെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് തന്നിട്ടുണ്ട്, സ്റ്റെപ്പുകളായിട്ടാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റെപ്പ് 1 എന്താണ്? പർച്ചേസ് റോ മെറ്റീരിയൽസ് ആണ്. റോ മെറ്റീരിയൽസിനെ പർച്ചേസ് ചെയ്യാം. അതായത് ഒരു കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണം. അപ്പോൾ ആ റോ മെറ്റീരിയൽസിനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അടുത്തത് സ്റ്റെപ്പ് 2 എന്താണ്? സെറ്റ് ഓൾ റോ മെറ്റീരിയൽസ് ഫോർ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. സ്റ്റെപ്പ് 3 എന്താണ്? ക്രിയേഷൻ ഓഫ് മാനുഫാക്ചറിങ് ജേണൽ. മാനുഫാക്ചറിങ് ജേണൽ എന്ന പുതിയൊരു വൗച്ചറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്തത് സ്റ്റെപ്പ് 4 എ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ആൻഡ് ആഡഡ് അഡീഷണൽ കോസ്റ്റ്. പ്രൊഡക്റ്റിനെ മാനുഫാക്ചറിങ് ചെയ്യുക, അതുകൂടാതെ അതിൻ്റെ കൂടെ വരുന്ന അഡീഷണൽ കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അടുത്തത് സ്റ്റെപ്പ് 5 കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് പെർ ഐറ്റം. അതായത് ഒരു ഐറ്റത്തിന് വരുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്തത് സ്റ്റെപ്പ് 6 മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ് സെയിൽസ് വിത്ത് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റോട് കൂടി നമ്മൾ ആ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്പുകൾ. ഇനി ഈ സ്റ്റെപ്പുകളെല്ലാം ടാലിയിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനിവിടെ ടാലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരു കമ്പനീനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് റോ മെറ്റീരിയൽസിനെ പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എടുക്കുകയാണ്. അതിൽ പർച്ചേസ് വൗച്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇൻവോയ്സ് നമ്പറാണ് കൊടുക്കാനുള്ളത്. ഞാനിവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പാർട്ടി അക്കൗണ്ട് നെയിം കൊടുക്കണം. ഞാനിവിടെ പുതിയൊരു പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. Alt+C കൊടുത്തു. നെയിം റിഫ ഇലക്ട്രോണിക്സ് എന്നൊരു പുതിയൊരു കമ്പനീനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. നെയിം കൊടുത്തു. നെക്സ്റ്റ് അതിൻ്റെ ഗ്രൂപ്പ് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. ഗ്രൂപ്പ് സെലക്ട് ചെയ്തു. ഇനി ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാം. അടുത്തത് പർച്ചേസ് ലെഡ്ജർ ആണ് ചോദിക്കുന്നത്. നമുക്കിവിടെ പർച്ചേസ് അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നെയിം പർച്ചേസ് എന്ന് കൊടുത്തു. അണ്ടർ പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നെയിം ഓഫ് ഐറ്റം. അപ്പം ഞാനിവിടെ റോ മെറ്റീരിയൽസിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കമ്പനി ഏത് ഐറ്റം ആണ് മാനുഫാക്ചറിങ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു TV മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ട്രാൻസാക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ TVക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിന് ഞാൻ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിക്ചർ ട്യൂബ്, കേബിള്, സ്പീക്കർ, ഇങ്ങനെ കുറച്ച് റോ മെറ്റീരിയൽസിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോന്നായിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേബിളാണ്. കേബിൾ സെലക്ട് ചെയ്തു. ഇനി കേബിളിൻ്റെ ക്വാണ്ടിറ്റി ഞാനിവിടെ 30 ആണ് കൊടുക്കുന്നത്. അതിൻ്റെ റേറ്റ് 200 ആണ് കൊടുക്കുന്നത്. 200 കൊടുത്തു. അവിടെ എമൗണ്ട് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ചിപ്പാണ്. ചിപ്പിനെ സെലക്ട് ചെയ്തു. അതിൻ്റെ ക്വാണ്ടിറ്റി 20 ആണ് കൊടുക്കുന്നത്. റേറ്റ് 800. അടുത്തത് ഫൈബർ കേസാണ്. ഫൈബർ കേസിനെ സെലക്ട് ചെയ്തു. അതിൻ്റെ ക്വാണ്ടിറ്റി 20 കൊടുത്തു. അതിൻ്റെ റേറ്റ് 600 ആണ് കൊടുക്കുന്നത്. ഇനി അടുത്ത ഐറ്റം പിക്ചർ ട്യൂബിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിക്ചർ ട്യൂബിൻ്റെ ക്വാണ്ടിറ്റി 20 ആണ്. അതിൻ്റെ റേറ്റ് 3000 ആണ് ഞാൻ കൊടുക്കുന്നത്. അടുത്ത ഐറ്റം ഫ്ലോറസെൻ്റ് സ്ക്രീനാണ്. അതിൻ്റെ ക്വാണ്ടിറ്റി 20 ആണ് കൊടുക്കുന്നത്. അതിൻ്റെ റേറ്റ് 2000. ഇനി നമുക്ക് ലാസ്റ്റ് വൺ സ്പീക്കറും കൂടി കൊടുക്കാനുണ്ട്. സ്പീക്കറിനെ സെലക്ട് ചെയ്തു. അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 30. അതിൻ്റെ റേറ്റ് 300 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് റോ മെറ്റീരിയൽസ് വരുന്നത്. റോ മെറ്റീരിയൽസിനെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തു. അതിൻ്റെ ക്വാണ്ടിറ്റിയും റേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം.
അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ സ്റ്റെപ്പ് 2 എന്താണ്? സെറ്റ് ഓൾ റോ മെറ്റീരിയൽസ് ഫോർ മാനുഫാക്ചറിങ് എ പ്രൊഡക്റ്റ് ആണ്. അതായത് മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം? റോ മെറ്റീരിയൽസിന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഐറ്റത്തിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഞാനിവിടെ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഇൻവെൻട്രി ഇൻഫോ മെനു സെലക്ട് ചെയ്യുകയാണ്. അതിൽ സ്റ്റോക്ക് ഐറ്റംസ് സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കമ്പനി മാനുഫാക്ചറിങ് ചെയ്യുന്ന ഐറ്റം ഏതാണ്? ആ ഐറ്റത്തിന് വേണം കൊടുക്കാൻ. ഞാനിവിടെ TV ആണ് കൊടുക്കുന്നത്. TV എന്ന് കൊടുത്തു. അതിൻ്റെ ഗ്രൂപ്പ് ഒന്നും കൊടുക്കുന്നില്ല. യൂണിറ്റ് നോസ് സെലക്ട് ചെയ്തു. അപ്പോൾ അതിൽ സെറ്റ് കമ്പോണ്ടൻസ് എന്നുള്ളൊരു ഓപ്ഷന് കാണാം. ബ്രാക്കറ്റിൽ BOM എന്ന് കാണാം. BOM എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് മെറ്റീരിയൽ എന്നാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്കിതിന് ആവശ്യമുണ്ട്. ഈ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടില്ല എങ്കിൽ കീബോർഡിലെ F12 പ്രസ് ചെയ്യാം. F12 ലാസ്റ്റ് ഫീച്ചർ നമുക്ക് കാണാൻ പറ്റും. ആ ഫീച്ചറിന് വേണം S ആയിട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ ഫീച്ചർ S ആയി കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ വരുള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്ഷന് നമ്മളിവിടെ S ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാം ബൂം ലിസ്റ്റ് ഓഫ് TV എന്ന് വന്നിട്ടുണ്ട്. അടുത്ത നെയിം ഓഫ് ബൂം ആണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ TV എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ ചോദിക്കുന്നുണ്ട്. ഇവിടെ കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ എത്ര TVക്കുള്ളതാണ് റോ മെറ്റീരിയൽ സെറ്റ് ചെയ്യുന്നത്? ഒരു TVക്കുള്ളതാണ്. ഒരു TVക്ക് എത്ര റോ മെറ്റീരിയൽസ് എന്നാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ 1 എന്ന് വേണം കൊടുക്കാൻ. ഇനി ഒരു TVക്ക് എത്ര റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട് നമ്മളിവിടെ താഴെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ ഐറ്റം എത്ര എണ്ണമാണ് വേണ്ടത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ കേബിൾ ഒരു TVക്ക് എത്ര എണ്ണമാണ് വേണ്ടത്? 2 എണ്ണം വേണം. അടുത്തത് ചിപ്പ് ഒരെണ്ണമാണ് വേണ്ടത്. ചിപ്പ് 1 എന്ന് കൊടുത്തു. അടുത്തത് ഫൈബർ കേസ് ആണ്. ഫൈബർ കേസ് 1 വേണ്ടത്. 1 എന്ന് കൊടുത്തു. അടുത്തത് വരുന്നത് ഫ്ലോറസെൻ്റ് സ്ക്രീനാണ്. ഒരെണ്ണമാണ് വേണ്ടത്. 1 എന്ന് കൊടുത്തു. അടുത്തത് വരുന്നത് പിക്ചർ ട്യൂബാണ്. പിക്ചർ ട്യൂബ് ഒരെണ്ണമാണ് വേണ്ടത്. 1 എന്ന് കൊടുത്തു. ലാസ്റ്റ് സ്പീക്കർ 2 എണ്ണം വേണം ഒരു TVക്ക്. അപ്പോൾ 2 എന്നുള്ളത് കൊടുത്തു. ഇങ്ങനെ വേണം സെറ്റ് ചെയ്യാൻ. ഇനി നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് 3 ക്രിയേഷൻ ഓഫ് മാനുഫാക്ചറിങ് ജേണൽ ആണ്. അതായത് മാനുഫാക്ചറിങ് ജേണൽ എന്ന പുതിയൊരു വൗച്ചറിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഇൻവെൻട്രി ഇൻഫോ മെനുവിന് സെലക്ട് ചെയ്യാം. അതിൽ വൗച്ചർ ടൈപ്സ് എന്നൊരു ഓപ്ഷന് കാണാം. അതിന് സെലക്ട് ചെയ്യാം. അതിൽ ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് പുതിയൊരു വൗച്ചറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരിക. അതിൽ നെയിമാണ് ഫസ്റ്റ് കൊടുക്കാനുള്ളത്. നമുക്ക് വേണ്ട വൗച്ചർ ഏതാണ്? മാനുഫാക്ചറിങ് ജേണൽ എന്ന വൗച്ചറാണ്. അപ്പോൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മാനുഫാക്ചറിങ് ജേണൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ താഴെ നമ്മളോട് ചോദിക്കുന്നത് സെലക്ട് ടൈപ്പ് ഓഫ് വൗച്ചർ എന്നാണ്. ഏത് മോഡൽ വൗച്ചറാണ് നമുക്ക് ആവശ്യമുള്ളതെന്നാണ്. ഇവിടെ ഈ സൈഡിൽ നമുക്ക് എല്ലാ വൗച്ചറിൻ്റെ പേരും വന്നിട്ടുണ്ട്. നമുക്കതിൽ ഏത് മോഡലാണ് വേണ്ടത്, ഏത് ടൈപ്പാണ് വേണ്ടതെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റോക്ക് ജേണൽ വൗച്ചറാണ്. സ്റ്റോക്ക് ജേണൽ വൗച്ചറിൻ്റെ മോഡലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്റ്റോക്ക് ജേണലിൽ നിന്ന് വേണം സെലക്ട് ചെയ്യാൻ. ഇനി ലാസ്റ്റ് ഓപ്ഷൻ കാണാം യൂസ് ആസ് എ മാനുഫാക്ചറിങ് ജേണൽ എന്നൊരു ഓപ്ഷൻ അവിടെ കാണാം. അത് നോ ആയിട്ടാണ് ഉണ്ടാവുക. അതിന് എസ് ആയിട്ട് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ അവിടെ ചെയ്യാൻ. ഇനി ഇതിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് ജേണൽ എന്ന വൗച്ചറിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് 4 എ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ആൻഡ് ആഡഡ് അഡീഷണൽ കോസ്റ്റ്. അതായത് പ്രൊഡക്റ്റിനെ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യാണ്, അതിൻ്റെ കൂടെ അഡീഷണൽ കോസ്റ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നമ്മൾ ഇൻവെൻട്രി വൗച്ചേഴ്സിനെ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ അതിന് ഇൻവെൻട്രി വൗച്ചേഴ്സ് എടുത്തു. ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരെ സ്റ്റോക്ക് ജേണൽ വൗച്ചർ ആയിരിക്കും. നമുക്ക് വേണ്ടത് മാനുഫാക്ചറിങ് ജേണൽ എന്ന വൗച്ചറാണ്. അപ്പോൾ അതിന് Alt F7 കൊടുത്താൽ മതി. അതിൽ ആ ഓപ്ഷൻ വരും. മാനുഫാക്ചറിങ് ജേണലും കൂടി വരും. അപ്പോൾ അതിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള വിൻഡോ. അതിൽ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? നെയിം ഓഫ് പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഏതാണ് പ്രൊഡക്റ്റ്? TV ആണ്. TVനെ സെലക്ട് ചെയ്തു. ഇനി ക്വാണ്ടിറ്റി കൊടുക്കണം. എത്ര ക്വാണ്ടിറ്റിയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് ആ ക്വാണ്ടിറ്റി വേണം കൊടുക്കാൻ. ഞാനിവിടെ 10 എന്ന ക്വാണ്ടിറ്റിയാണ് കൊടുക്കുന്നത്. 10 കൊടുത്തു. അപ്പോൾ താഴെ റോ മെറ്റീരിയൽസ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ കേബിൾ കാണിക്കുന്നത് 20 ക്വാണ്ടിറ്റി. 10 TVക്ക് നമ്മൾ 20 ക്വാണ്ടിറ്റി കേബിൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിപ്പ് 10 എണ്ണം കാണിക്കുന്നുണ്ട്. ഫൈബർ കേസ് 10, ഫ്ലോറസെൻ്റ് സ്ക്രീൻ 10, പിക്ചർ ട്യൂബ് 10, സ്പീക്കർ 20. അപ്പോൾ നമ്മൾ 10 TV ഉണ്ടാക്കാൻ വേണ്ടി എത്ര റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചു എന്ന് കാണാം. ഇനി താഴെ ഏറ്റവും താഴെ നമുക്ക് എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൈമറി ഐറ്റം 7400 കാണാം. അതായത് ഒരു TVക്ക് നമുക്ക് വന്നിട്ടുള്ള ചിലവാണത് ഈ 7400 എന്നുള്ളത്.
ഒരു ടി വി ഉണ്ടാക്കാൻ റോ മെറ്റീരിയൽസിന് മാത്രമായിട്ട് വന്നിട്ടുള്ള ചിലവാണ് ഈ 7400 എന്നുള്ളത്. ഈ ഒരു എമൗണ്ടിന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഇതിൽ നമ്മളിനി അഡീഷണൽ കോസ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് മാറും. അപ്പോൾ ഈ ഒരു 7400 എന്നുള്ള എമൗണ്ടിന് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇതിൽ നമ്മൾ അഡീഷണൽ കോസ്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു കമ്പനിക്ക് വരുന്നത് വേജ് വന്നിട്ടുണ്ടാവാം, പവർ വന്നിട്ടുണ്ടാവാം, പാക്കിംഗ് ചാർജ്, അതുപോലെ തന്നെ കാരേജ് ഒക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഞാനിവിടെ 1-2 അഡീഷണൽ കോസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അഡീഷണൽ കോസ്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ക്രിയേറ്റ് ചെയ്യാണ്. വേജ് ആണ് ഞാൻ കൊടുക്കുന്നത്, വേജ് എന്ന് കൊടുത്തു. അതിൻ്റെ ഗ്രൂപ്പ് കൊടുക്കണം. ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതായത് പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ അതിന് വരുന്ന എക്സ്പെൻസ് എല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വേണം കൊടുക്കാൻ. ഇനി അതിൽ പെർസെൻറ്റേജിൻ്റെ താഴെ കൊടുക്കരുത്, എമൗണ്ട് ആയിട്ട് വേണം കൊടുക്കാൻ. ഞാനിവിടെ വേജ് കൊടുക്കുന്നത് 5000 ആണ് കൊടുക്കുന്നത്. വേജ് 5000 എന്ന് കൊടുത്തു. അപ്പോൾ അവിടെ താഴെ കണ്ടോ എമൗണ്ട് മാറി. ഇനി ഒരു അഡീഷണൽ കോസ്റ്റും കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആൾട്ട് സി കൊടുത്തു. പവർ എന്നുള്ള അഡീഷണൽ കോസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ ഗ്രൂപ്പും ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ്. അതിന് എമൗണ്ട് ഞാൻ കൊടുക്കുന്നത് 2500 ആണ്. 2500 എന്ന് കൊടുത്തു. ഇപ്പോൾ വീണ്ടും അവിടെ എമൗണ്ട് മാറി. അപ്പോൾ ഇവിടെ 7400 ഉണ്ടായിരുന്നത് 8150 രൂപ ആയിട്ട് കൂടിയിട്ടുണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മുടെ കമ്പനിക്ക് വന്നിട്ടുള്ള ചിലവാണ്, ഒരു ടി വിയുടെ ചിലവാണ് കേട്ടോ. അഡീഷണൽ കോസ്റ്റ് ഉൾപ്പെടെ ഒരു ടി വിക്ക് വന്നിട്ടുള്ള ചിലവാണ് 8150 രൂപ. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് ഈ കോസ്റ്റിൻ്റെ പ്രോഫിറ്റ് എത്രയാണോ നമ്മൾ ആഡ് ചെയ്യുന്നത്, പ്രോഫിറ്റ് നോക്കണം. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് 5 എന്താണ്? കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് പെർ ഐറ്റം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഒരു ഐറ്റത്തിൻ്റെ സെയിൽസ് പ്രൈസ് കാണണം. പ്രോഫിറ്റ് എത്രയാണോ കമ്പനി ആഡ് ചെയ്യുന്നത് ആ പ്രോഫിറ്റും കണക്കാക്കിയിട്ട് വേണം നമുക്കിതിൻ്റെ സെയിൽസ് പ്രൈസ് കണ്ടെത്താനും. പ്രോഫിറ്റ് എത്രയാണ് ആഡ് ചെയ്യണമെന്ന് നോക്കിയിട്ട് വേണം നമുക്കിത് സെയിൽസ് പ്രൈസ് കണ്ടെത്താൻ. ഇപ്പോൾ ചില കമ്പനീസ് കൂടുതൽ പ്രോഫിറ്റ് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എത്രയാണ് പ്രോഫിറ്റ് ആഡ് ചെയ്യണമെന്നുള്ളത് നോക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 25% പ്രോഫിറ്റ് ആഡ് ചെയ്യണത്. അപ്പോൾ ആദ്യം കാൽക്കുലേറ്റർ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെച്ച ഒരു കോസ്റ്റ് ഉണ്ടായിരുന്നു, എത്രയാണ്? 7400 ആണ്. അപ്പോൾ ആ 7400ൻ്റെ 25% വേണം കണ്ടെത്താൻ. 25 എന്നുള്ളത് പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് കാണണം. അപ്പോൾ ഈ 7400ൻ്റെ 25% നോക്കാം നമുക്ക്. അപ്പോൾ എത്രയാണ് ഇവിടെ കിട്ടുന്നത്? 1850 രൂപയാണ്. ഇനി ഈ 1850നെ നമുക്ക് ഇപ്പോൾ കാണുന്ന ഒരു കോസ്റ്റ് ഉണ്ട്, അത് എത്രയാണ്? 8150 ആണ്. അത് അഡീഷണൽ കോസ്റ്റ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റാണ് 8150. അപ്പോൾ ഈ 1850നെ 8150ൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ എമൗണ്ട് കിട്ടുന്നത് ആ ഒരു എമൗണ്ടിനാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക. അതാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ സെയിൽസ് പ്രൈസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 10000 ആണ്. അപ്പോൾ ഈ 10000 ആണ് ഒരു ടി വിൻ്റെ സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് 8150 രൂപക്ക് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്ത ടി വി 10000 രൂപക്കാണ് കമ്പനി സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 6, മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ് സെയിൽസ് വിത്ത് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റോട് കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാം. അതിൽ സെയിൽസ് വൗച്ചറിനെ സെലക്ട് ചെയ്യാം. ഇനി ഇതിൽ റെഫറൻസ് നമ്പർ കൊടുക്കണം. ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പാർട്ടി അക്കൗണ്ട് നെയിം ആണ്. ഞാൻ പുതിയൊരു പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആൾട്ട് സി കൊടുത്തു. പാർട്ടിയുടെ പേര് ഞാൻ MSS ഇലക്ട്രോ എന്നാണ് പേര് കൊടുക്കുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഗ്രൂപ്പ് കൊടുക്കണം. സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. നമ്മൾ സെയിൽ ചെയ്യുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ സൺഡേ ഡെപ്റ്റേഴ്സ് എന്ന് വേണം സെലക്ട് ചെയ്യാൻ. ആക്സെപ്റ്റ് ചെയ്തു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് സെയിൽസ് ലെഡ്ജർ ആണ്. സെയിൽസ് ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സെയിൽ അക്കൗണ്ട് നെയിം സെയിൽ കൊടുത്തു, അതിൻ്റെ ഗ്രൂപ്പ് സെയിൽ അക്കൗണ്ട് കൊടുക്കുക. ഇനി ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നെയിം ഓഫ് ഐറ്റം, നമ്മുടെ കമ്പനി ഏത് ഐറ്റമാണ് സെയിൽ ചെയ്യുക? ടി വി ആണ്. നമ്മുടെ കയ്യിൽ 10 എണ്ണം ഉണ്ട്. അപ്പോൾ ടി വിന്ന് സെലക്ട് ചെയ്തു. അതിൻ്റെ ക്വാണ്ടിറ്റി ഇപ്പോൾ 10 എണ്ണത്തിൽ നമ്മളൊരു 5 എണ്ണമാണ് സെയിൽ ചെയ്യണമെന്ന് വിചാരിക്കുക. 5 എന്ന് കൊടുത്തു. റേറ്റ് നമ്മൾ എത്രയാണ് സെയിൽസ് പ്രൈസ് കണ്ടുപിടിച്ചത്? 10000 രൂപയാണ് പ്രോഫിറ്റോട് കൂടിയിട്ടുള്ള സെയിൽസ് പ്രൈസ്. അപ്പോൾ 10000 എന്നാണ് റേറ്റ് ഇവിടെ കൊടുക്കേണ്ടത്. 10000 എന്ന് കൊടുത്തു. അപ്പോൾ 5 ടി വിയുടെ എമൗണ്ട് എത്ര വരിക? 10000. അപ്പോൾ 50000 രൂപയാണ് വരുന്നത്. ഇനി നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്ത ഒരു ഐറ്റത്തിന് സെയിൽ ചെയ്യാം.
അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്തു. ഇനി നമുക്കിതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ആൾട്ട് F1 കൊടുത്ത് നോക്കുക. നമുക്ക് വേജും പവറും ഇവിടെ എമൗണ്ട് കാണിക്കുന്നില്ല. അതെന്താണ് എമൗണ്ട് കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എമൗണ്ടിന് ഇവിടെ പേയ്മെൻറ്റിൽ കാണിച്ചിട്ടില്ല. വേജും പവറും നമ്മൾ പേ ചെയ്തതായിട്ട് പേയ്മെൻറ്റ് വൗച്ചറിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു എൻട്രിയും കൂടി നമുക്കിവിടെ ബാലൻസ് ഉണ്ട് ചെയ്യാനും. അപ്പോൾ അതിന് ഞാൻ വീണ്ടും ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് തന്നെ വരികയാണ്. അതിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ പേയ്മെൻറ്റ് വൗച്ചർ സെലക്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് നമുക്ക് പവർ നമുക്ക് എത്ര രൂപയാണ് കൊടുക്കാനുണ്ടായിരുന്നത്? 2500 രൂപയാണ്. അപ്പോൾ ആ 2500 കാണിക്കുക. ഇനി വേജും കൂടി കൊടുക്കാനുണ്ട്. വേജും കൂടി സെലക്ട് ചെയ്യുക. അത് 5000 രൂപയാണ്. 5000 എന്നുള്ളത് കൊടുത്തു. ടു ക്യാഷ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു എൻട്രീനെ ഇതിൽ റെക്കോർഡ് ചെയ്തു. ആക്സെപ്റ്റ് ചെയ്യുക. ഇനി വീണ്ടും നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ആൾട്ട് F1 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണാം വേജിൻ്റെ എമൗണ്ടും വന്നിട്ടുണ്ട്, പവറിൻ്റെ എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടാലിയിൽ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാലി പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വീഡിയോസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാലിയിലെ പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.